ഇതെങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടാണെന്നോ? ഭർത്താവിന്റെയും മക്കളുടെയും തോന്നിയാസം കൊണ്ട് സ്വയം തകർന്ന് വീട്ടു തടങ്കലിൽ കഴിയുന്ന ഒരാളുണ്ട് തൃച്ചംബരത്ത്. ഓ, പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റാത്തോണ്ടേ അല്പം ഭക്ഷണം കൊണ്ടുകൊടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. സന്തോഷം. എന്നാലേ ഞാൻ കാരണം വീട്ടു തടങ്കലിൽ കിടക്കുന്ന അഖിലേക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി. നീ അധികം തന്നാ. ആ, നന്നായി. ഒരിക്കലും പൊറുക്കാനാകാത്ത വിധം അഖിലേച്ചിയെ ദ്രോഹിച്ച് ഈ പരുവത്തിലാക്കിയ ശിവരാമേട്ടൻ ഈ ഭക്ഷണവുമായിട്ട് ചെന്നായി എടുത്ത് മോന്തയ്ക്ക് തട്ടിത്തരും അഖിലേച്ചി. ഞാനൊഴികെ തൃച്ചംബരത്തുള്ള ഒറ്റ ഒരെണ്ണത്തിന് കൺമുന്നിൽ കണ്ടുപോകരുതെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഓ, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഏട്ടൻ ബന്ധപ്പെടണമെന്നില്ല. സോറി, ഞാനേ അവളുടെ ഭർത്താവാ. എനിക്കറിയാം എന്റെ ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കാൻ. ഓഹോ, അതിനെ ബന്ധപ്പാടായിട്ട് കാണേണ്ട വിലാസിനെ. ശിവരാമേട്ടാ, ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, ഞാനല്ലാതെ ആരും. അഖില, ആഹാരം കഴിക്കേ. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഭഗവാനേ, അഖില ആഹാരം എടുത്ത് വെളിയിലേക്ക് എറിയണേ. നീ കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ മുറിയിൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ശരി, ഞാൻ പുറത്തിറങ്ങാം, ആഹാരം കഴിക്കാം, പാർക്കിലും സിനിമയ്ക്കും പാർട്ടിക്കും ഒക്കെ വരാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം തിരിച്ചു തരാൻ കൃഷ്ണേട്ടന് സാധിക്കൂ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പതനം സ്വപ്നം കണ്ടവർ ഇപ്പൊ ആർത്ത് ചിരിക്കുക. എന്റെ കൂടെ നിൽക്കേണ്ട കൃഷ്ണേട്ടൻ പോലും എന്നെ ഈ ഗതിയിലാക്കിയവരുടെ ഒപ്പമായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങും? എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? നിങ്ങൾക്കാർക്കും എന്താ എന്റെ അവസ്ഥ മനസ്സിലാവാത്തത്? മനസ്സിലാവുന്നുണ്ട്. ഐ എം സോറി. ആനന്ദും കല്യാണിയും തമ്മിലുള്ള ബന്ധം അവൻ അമ്മയെ അറിയിക്കാൻ തയ്യാറായിരുന്നതാണ്. ഞാനാണ് ഉടൻ നിന്നെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അങ്ങനെ നോക്കിയാൽ അവന്റെ കയ്യിലല്ല, എന്റെ കയ്യിലാണ് തെറ്റെന്ന് ഞാൻ പറയും. ഇനിയെങ്കിലും അതിന്റെ പേരിൽ നീ ആനന്ദിനോടും കല്യാണിയോടും പകയും പ്രതികാരം കാണിക്കരുത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. മകൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനു വേണ്ടി വാദിക്കുന്ന കൃഷ്ണേട്ടൻ താൻ തന്നെ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മനസ്സെന്താ കാണാതെ പോയത്? അവൾക്ക് വേണ്ടി എന്താ മക്കളോട് വാദിക്കാതെ പോയത്? എനിക്കുമില്ലേ കൃഷ്ണേട്ടാ അന്തസ്സും അഭിമാനവും ഒക്കെ? അതോ ഞാൻ എന്റെ അന്തസ്സൊരു അടുക്കളക്കാരി പെണ്ണിന്റെ മുന്നിൽ അടിയറവ് വെക്കണമെന്നാണോ? കൊള്ളാം കൊള്ളാം, അങ്ങനെ അങ്ങോട്ട് ചോദിക്ക്. പക്ഷേ ചോദ്യത്തിന് അത്രയ്ക്ക് ഉച്ചിരി പോരാ. ഇപ്പം വയലൻസ് കൂടി വന്നാലേ രസം വരും. അഖില, നീ നിന്റെ ശരികൾ പറയും. പക്ഷേ അവർക്കും അവരുടേതായ ശരികളുണ്ട്. നീ അത് കേൾക്കാൻ തയ്യാറായാൽ. വേണ്ട കൃഷ്ണേട്ടാ, ഒന്നും കേൾക്കണമെന്നില്ല എനിക്കിപ്പോ. മക്കളുടെയും മരുമക്കളുടെയും ജീവിതമാണ് കൃഷ്ണേട്ടന് വലുത്. അതിനിടയ്ക്ക് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് എന്ത് കാര്യം? ഞാൻ ശത്രുവല്ലേ എല്ലാവർക്കും. എന്നെ മനസ്സിലാക്കാനും ഞാനെന്ന് അമ്മയെ അറിയാനും ആരും ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അതാണ് സത്യം.
നോ, അതല്ല സത്യം. എല്ലാം സംഭവിച്ചു പോയെന്ന് കരുതി ആനന്ദ് നിന്റെ മകനല്ലാതാവുന്നില്ല. ഇവിടെ ആരും നിന്നെ ഒറ്റപ്പെടുത്തുകയോ ചതിക്കുകയോ ചെയ്യുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് അവനോട് മനസ്സിൽ അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കാണിക്കുകയും ചെയ്യും. പക്ഷേ ആ പരിഗണന നീ കല്യാണിക്കും കൊടുക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സോറി, എനിക്കതാണ് കേൾക്കേണ്ടാത്തത്. കൃഷ്ണേട്ട പൊയ്ക്കോ, എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാനാ താല്പര്യം. പ്ലീസ്. വിലാസിനെ, നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണ്ട. ഒളിച്ചു നിന്നതാണെന്ന് മനസ്സിലാവും. വിലാസിനെ, ചേച്ചി ദാ വരുന്നു. ചേച്ചി, നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ എനിക്ക് ആഹാരം കൊണ്ടുവരേണ്ടത് നീയാണെന്ന്. പിന്നെ നീ എന്തെടുക്കായിരുന്നു അവിടെ? അയ്യോ ചേച്ചി, ഞാൻ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നതാ. ശിവരാമേട്ടൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ആഹാരം കൊടുത്തോളാന്നും അങ്ങനെയെങ്കിലും എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ടാ ഏട്ടൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വിലാസിനെ കള്ളവാ പറയുന്നു. അയ്യോ, ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. അയ്യോ എന്റെ ഈശ്വര, ഞാൻ കള്ളം പറഞ്ഞെന്നോ? ദേ ഈ ശിവരാമേട്ടൻ എന്താ ഈ പറയുന്നേ? ദൈവ സത്യമായിട്ട് മതി, നിർത്ത്. ഓ, രണ്ടുപേർക്കും പുറത്തു പോവാം. പോവാനല്ലേ പറഞ്ഞത്? പോവാൻ. അയ്യോ, പ്ലീസ് ഒന്ന് പോയി തരുമോ? പന്തലിലുള്ള എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയാ, ഈ നിമിഷം മുതൽ ഗംഗ തന്നെയാ എന്റെ മൂത്ത മരുമകൾ. ഒരു മരുമകൾക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ നിമിഷം മുതൽ ഗംഗയ്ക്ക് ഇവിടെ ഉണ്ടാവും. ഡ്രൈവർ, എസ്റ്റേറ്റ് റോഡ് വഴി വണ്ടി വിട്. ശരി മാഡം. ആണ്ട മണ്ടേ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. ഇറങ്ങി വാടാ. ഓ അത് ശരി, കൊച്ചമ്മ പറഞ്ഞിട്ടാണല്ലേ വണ്ടിക്ക് വട്ടം വെച്ചത്. CC പിടുത്തക്കാര് പോലെ ഈ ശശിയുടെ വണ്ടി തടയില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. നീ CC പിടുത്തക്കാരെ കണ്ടിട്ടുള്ളൂ. ഞാനേ CC കൊടുക്കുന്നവളാ.
അതിപ്പം മനസ്സിലായി കാണുമല്ലോ. നീ വെറും ശശിയാണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. വഴി മാറണം. ഇറങ്ങടി, ഇറങ്ങാൻ. പൂരപ്പറമ്പ് വിട്ട് ഈ എസ്റ്റേറ്റ് വഴി ഒളിച്ചോടാൻ ശ്രമിച്ച ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ആരുടേത് അറിയില്ലേ? നാഗമടത്ത് പ്രിയങ്ക. ഓ, വെടിക്കെട്ട് തീരാതെ പൂരം അവസാനിക്കില്ല. നീ ഇതെന്ത് തീരുമാനിച്ച? എങ്ങോട്ടാ ഈ ഒളിച്ചോട്ടം? ആരെങ്കിലും ഭയന്നിട്ടാണോ? അതോ ആരെങ്കിലും തേടിയിട്ടാണോ? ചോദിച്ചത് കേട്ടില്ലേ? കൂടും കുടുക്കെ എടുത്ത് എങ്ങോട്ടാണ് ഈ ഒളിച്ചോട്ടോന്ന്? പോകുന്നു. പരാജയപ്പെട്ട കോർട്ടിൽ അധിക സമയം നിൽക്കുന്നത് ശേഷിച്ച ആത്മവിശ്വാസം കെടുത്തു. നിനക്ക് തെറ്റിപ്പോയി ഗംഗെ. പരാജയം ഏറ്റുവാങ്ങിയ കോർട്ടിൽ തന്നെ ജയിച്ച് കാണിച്ചവരെ കയ്യടി വാങ്ങി മുന്നേറിയിട്ടുള്ളൂ. അറിയാം, തോൽവി ജീവിതത്തിന്റെ കോർട്ടിലാ സംഭവിച്ചത്. ജയിച്ചു കയറാൻ ഇനി ഒരു കളിയില്ല. എടി, നിന്നോട് ആരടി പറഞ്ഞത് ആനന്ദിനെ ആത്മാർത്ഥമായിട്ടങ്ങ് പ്രണയിക്കാൻ? നിന്നെ പണയം വയ്ക്കാനല്ല, പക വീട്ടാനാ ഞാൻ അയച്ചത്. പ്രണയിച്ചു പോയി. ഞാൻ പോലും അറിയാതെ എപ്പോഴും അവനെ ഞാൻ പ്രണയിച്ചു പോയി. ചതിയന അവൻ. അതല്ല എന്റെ പ്രണയം കാണാതെ അവനോ അടുക്കളക്കാരിയെ മടുത്തു. ഇനി ഇവിടെ നിന്നോ ഭ്രാന്തിയാകും ഞാൻ. എന്നെ വിട്ടേക്ക്. ഭ്രാന്തി അവൻ വിട്ടേക്കുന്നോ? നിന്നേക്കാൾ മുന്നേ അവനെ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഞാനാ. താലികെട്ട് മുഹൂർത്തത്തിന് നിമിഷങ്ങൾക്ക് മുന്നേ സർവ്വ സ്വപ്നങ്ങളും തകർന്ന് നിന്നെ പോലെ വിറയാർന്ന കാൽവയ്പ്പുകളോടെ ഇറങ്ങി തലകുനിച്ച് നടന്നു പോയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് നിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. എടി മോളെ, ഞാനും നീയും അനുഭവിച്ച വേദന അവനും അറിയണം. സ്നേഹം നിഷേധിക്കപ്പെടുമ്പോഴുള്ള വേദന അവനെ അറിയിക്കണം. അതിന് നീ പോവല്ല വേണ്ടത്, അവരിലേക്ക് കയറുകയാണ്. അനുസരണശീലം മറന്നിട്ടില്ലെങ്കിൽ എന്റെ വണ്ടിയിലോട്ട് കയറും. വണ്ടി എടുത്തോണ്ട് പോടാ, വട്ടം വെക്കാതെ. സർ, ഫയൽ. താങ്ക്സ് സർ. ആനന്ദ്, ആനന്ദ്, നീ എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ വന്ന കണ്ടില്ലേ നീ? എത്ര നേരം ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ ആരാണെന്ന്? ഉള്ള പ്രഷറെല്ലാം കൂടി നിനക്കെന്താ അൾസിമേഴ്സ് ബാധിച്ചോ? എടാ, ഞാൻ നിന്റെ ഫ്രണ്ടാടാ. എന്ത് ഫ്രണ്ട്? സുഹൃത്തിന്റെ കല്യാണത്തിന് വരാത്തവൻ എന്ത് ഫ്രണ്ടാടാ? ദേ, അത് അവിടുന്ന് പോയി. എടാ, നടക്കുന്ന കല്യാണത്തിന് വന്നാ പോരെ? ഞാൻ ആവശ്യമില്ലാത്ത ലീവ് മുഴുവൻ എടുത്തത് നിനക്കൊരുത്തിന് വേണ്ടിട്ടാ. ദേ, സർക്കാർ ജോലിക്കാരനാ ഞാൻ. അതങ്ങ് പോയാലേ നിന്നെ പോലെ വീട്ടിലിരുന്ന് നട്സും ബദാമൊന്നും കഴിക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല. ഞാനേ അഷ്ടിക്ക് വകയില്ലാത്ത ഒരു പാവ ശാന്തിക്കാരന്റെ മകനാ.
ആനന്ദേ, എനിക്കറിയാം ജോലിയില്ലെങ്കിലും നിന്നെ തേടി വന്ന കൃഷ്ണനെ കാണാൻ വന്ന കുചലനെ പോലെ ആകുമെന്ന്. മച്ചു, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ കല്യാണത്തിന് നീ മണ്ഡപത്തിലേക്ക് പോകില്ലെന്ന് എന്നോട് പറഞ്ഞത്. ആ SI വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപാട് ചെയ്തു എന്നും പറഞ്ഞു. അതിനിടയിൽ ഇമാതിരി ഭൂകമ്പം അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ദേ, ഇപ്പോഴും ഞാൻ പറയുന്നു, പെട്ടെന്ന് കല്യാണിയുടെ കാര്യം അഖിലാന്റിയോട് പറയേണ്ടിയിരുന്നില്ല. ഉപദേശിക്കാൻ വന്നിരിക്കുന്നവൻ ഇപ്പൊ പറയാതെ പിന്നെ എപ്പ പറയണം ഞാൻ? അമ്മ ഇനിയും കല്യാണം ആലോചിച്ചാലോ? ഇനി ഒരു ഒളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ. നിനക്കറിയോ, ഈ ലോകത്ത് ഒരമ്മയെ ഒരു മകനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചതാ എന്റെ അമ്മ. ആ അമ്മയാ ഞാൻ ഒറ്റപ്പെടുത്തി തൃച്ചംബരത്തിന്റെ ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നത്. ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരും ഇടുത്തിയായിട്ടാ എന്റെ തലയിൽ പതിക്കുന്നേ. ആനന്ദേ, എന്താ ഇത്? എടാ, നീ കണ്ടിട്ടുണ്ടോടാ ഇങ്ങനൊരു അമ്മയെ? ഇത്രയും നാളും ഈ നെഞ്ചിലൊരു ഭാരമായിട്ട് കെട്ടിക്കിടക്കുകയായിരുന്നു. എന്റെ സങ്കടങ്ങളൊക്കെ നിറക്കി വെക്കാൻ ആനന്ദിനെ നീ അല്ലാതെ വേറെ ആരാടാ ഉള്ളത്? എടാ, ഞാനൊന്ന് വിരുമ്പിയ തകർന്നു പോകുന്നൊരു പെണ്ണുണ്ട് കൂടെ. അതുകൊണ്ട് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല എനിക്ക്. എടാ, ഞാൻ എന്റെ പെറ്റമ്മയോട് ചെയ്ത തെറ്റിന് കാലം മാപ്പ് തരോടാ എനിക്ക്. നീ ചെയ്ത തെറ്റിന് കാലം മാപ്പ് തരുമെന്നോ? അതിന് നീ തെറ്റ് ചെയ്തില്ലല്ലോ. സ്നേഹിക്കുന്ന പെണ്ണിനെ പറഞ്ഞു വഞ്ചിക്കുന്ന തെറ്റ് കൂടെ കൂട്ടുന്ന ആണത്വം. അതാണ് ഒരാണിന്റെ ശരി. ഈ പ്രണയം തെറ്റാണെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചേ? ഏത് പുസ്തകത്തിലാ നീ അത് വായിച്ചേ? എടാ, പ്രണയം ഒരു മഹാഭാഗ്യം. എങ്ങനെ നോക്കിയാലും മഹാഭാഗ്യവാനാ നീ. പ്രണയം അളക്കുന്നത് സ്വർണം അളക്കുന്ന കോമൺ ബാലൻസിലല്ല, മനസ്സിന്റെ ത്രാസില. മനസ്സിന്റെ ത്രാസിൽ അളന്നു നോക്കുമ്പോ നീയാണ് മഹാഭാഗ്യവാൻ. നിനക്ക് കിട്ടിയിരിക്കുന്നത് മഹാലക്ഷ്മിയാ. ഇനി നിന്റെ ഈ ശബ്ദം പതറരുത്. കാരണം എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ടായാലും നീ തൃച്ചംബരത്തെ പുത്രന്. അതെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന നിന്റെ അമ്മയുടെ മകൻ. നിന്റെ ഈ കണ്ണെന്ന് നനഞ്ഞാൽ തോക്കുന്നത് ആ പാവം പെണ്ണായിരിക്കും, കല്യാണി. നീ വാ, നമുക്കൊന്ന് പുറത്തേക്ക് വാ. സുബ്രു, എനിക്ക് കുറച്ച് ജോലി. ഒരു ജോലിയില്ല, നീ വാ വാ പ്ലീസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലല്ല, ഈ ഇരിപ്പ് കാണുമ്പോ അഖിലാണ്ടേശ്വരി ഒന്നും അല്ല. എന്താ ഒരു തലയെടുപ്പ്. ആന്റി, ഇനി മുതൽ ആന്റി തന്നെയായിരിക്കും ഈ സെറ്റിയിൽ തലയെടുത്തിരിക്കുന്നത്. മതിയടി, നീ കൂടുതലങ്ങ് സുഖിപ്പിക്കണ്ട. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ തലയെടുപ്പോടുകൂടി ഇരിക്കാൻ വേണ്ടി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, ഞാൻ ആന്റിയെ സുഖിപ്പിച്ചതൊന്നും അല്ല, സത്യം പറഞ്ഞതാ, പരമമായ സത്യം. പിന്നെ അതെ ആന്റി, ആന്റി അഖിലാന്റിന് ശേഷിച്ച ജീവിതം ആ റൂമിൽ തന്നെ ജീവിച്ചു തീർത്തോളൂ. ഇനി തൃച്ചംബരത്തെ പ്രൗഢിയും അന്തസ്സും പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങിയ ആളുകൾ ചാണകവെള്ളം കോരി ഒഴിക്കും. കെട്ടിയോനും മക്കളും കൂടി ചേർന്ന് അമ്മാതിരി പണിയല്ലേ കൊടുത്തത്. എന്തൊക്കെ തള്ളായിരുന്നു. തൃച്ചംബര അങ്ങനെയാണ്, തൃച്ചംബര ഇങ്ങനെയാണ്. ഏതായാലും ആ തള്ളങ്ങ് തീർന്നു കിട്ടിയാലും. പിന്നൊരു കാര്യം, ആ കല്യാണി അധികം വളരാൻ വിടരുതാണ്ടി. കയ്യോടെ നുള്ളിയില്ലെങ്കിൽ പിന്നെ അവളെ പിടിച്ചാ കിട്ടിയില്ലെന്ന് വരും. ആ
മാഡം, അഖിലാണ്ടേശ്വരി മാഡത്തിന് ഒരു കൊറിയറുണ്ട്. അഖിലയ്ക്ക് കൊറിയറോ? എന്തായിരിക്കും? ശരി, ഞാൻ ഒപ്പിട്ട് തരാം, ഇങ്ങ് തന്നേക്കൂ. സോറി മാഡം, ഇത് അഖിലാണ്ടേശ്വരി മാഡം തന്നെ ഒപ്പിട്ട് വാങ്ങേണ്ടതാ. മാഡത്തിന്റെ കയ്യിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ശരി ശരി, അവിടെ ചെന്നാലും ഞാൻ തന്നെ ഒപ്പിട്ട് വാങ്ങാനേ അഖിലേച്ചി പറയൂ.